പറയാം. അതായത് ഒരു IT ഫീൽഡിലുള്ളൊരു പയ്യൻ, ആള് മൈഗ്രെയിൻ്റെ പ്രശ്നമായിട്ട് വന്നിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ഡയറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, ഒരിക്കലും നടക്കണ കാര്യമില്ല ഡോക്ടർ. അവർക്ക് ഒരിക്കലും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, കോർഡിനേഷൻ ഉണ്ടാവില്ല. സ്ത്രീകളിൽ കാണാറുണ്ട്, പുരുഷന്മാരിൽ അവരൊരു കാർമേഘം വന്നിട്ട് മൂടുന്ന പോലെ മൂടുന്നതൊക്കെ ഫംഗസിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് തൈര് കൂട്ടാൻ പറ്റാതെ, തൈരിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം ഞാനെപ്പോഴും അവരോട് പറയുന്നത്, ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ ഇത് വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള കാരണം വെച്ചാൽ, ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. കാരണം എപ്പോഴും ചായ കുടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ പോലുള്ളവർക്ക് എന്താണ് ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് പറയാൻ? ഞാൻ നേരത്തെയും എൻ്റെ ഷൂട്ട് ചെയ്യാൻ വന്ന ക്രൂവിനോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ ചായ തന്നെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്തോരം ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഓറഞ്ചാണെങ്കിലോ അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റിൽ പോലും ഇടാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൽ ഒരു 2 ഓറഞ്ച് മേടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേരയ്ക്ക, ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യില്ല. ചായയും അങ്ങനെയുള്ള കാപ്പിയും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കേണ്ട സാധനം. അതുകൊണ്ടാണ് അതൊരു ചെറിയ ഗ്ലാസ്സിൽ, ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിക്കോക്ഷൻ പോലെ വന്ന സാധനമാണ്. ഇപ്പം അത് പ്ലെൻറ്റി ആയിട്ട് ഇത് ചെയ്യുന്നത്. ഇത്രയും കഫീൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ശരീരത്തിൽ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവാനായിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ ഫ്രൂട്ട്സ്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ഇപ്പോൾ IT ഫീൽഡിലാണെങ്കിൽ അവർ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഹെൽത്തി ഓപ്ഷൻ വയ്ക്കുക, ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനെയുള്ളത് വച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കോവർക്കേഴ്സ് വേറെ എന്തെങ്കിലും മേടിച്ചാൽ തന്നെ അവർക്ക് ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടും. അത് വേറൊരു രസകരമായൊരു കാര്യം പറയാം. അതായത് ഒരു IT ഫീൽഡിലുള്ളൊരു പയ്യൻ, ആള് മൈഗ്രെയിൻ്റെ പ്രശ്നമായിട്ട് വന്നിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ഡയറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, ഒരിക്കലും നടക്കണ കാര്യമില്ല ഡോക്ടറിന്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് തനിക്ക് മറ്റൊരാളെ കൺവേർട്ട് ചെയ്തുകൂടാ? അതായത് ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ആളെ കളിയാക്കുന്ന പറയുന്നത്, നല്ല ഡയറ്റിൽ പോയി കഴിഞ്ഞാൽ, അയ്യ നീ ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കണേന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഏതാ വെച്ചാൽ വെജിറ്റബിൾസോ അതൊക്കെ എന്തിനാണ്, അതൊരു ഭയങ്കര ഒരു മോശം കാര്യം പോലെയാണ് ഇത് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾ ഈ ഡയറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. ആളുടെ മൈഗ്രെയിനൊക്കെ നല്ല രീതിയിൽ, അപ്പോൾ ആളെന്ന് വെച്ചാൽ ഒരാഴ്ച ജോലിക്ക് പോയില്ല, വീട്ടിൽ തന്നെ നോക്കിയിട്ട് നല്ല ഇതായി കഴിഞ്ഞപ്പോൾ ആൾക്ക് കൺവിൻസ്ഡ് ആയി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇരട്ടി മധുരത്തിന്റെ ഒരു പൊടിയുണ്ട്, അതൊക്കെ കൊടുത്ത് ആ കഷായം ആൾ നന്നായിട്ട് കഴിച്ച് ആളുടെ മൈഗ്രെയിന് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നു. ഓഫീസിൽ പോയപ്പോൾ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാർ പല സാധനങ്ങളും മേടിക്കുന്നതിന് അതിനോടുള്ള ടെൻഡൻസി ആളുടെ പോയി, അല്ലെങ്കിൽ അതിനോടുള്ള കൊതി ആളുടെ പോയി എന്നുള്ളതാണ്. കാരണം ഒരാഴ്ച ആള് ആ ഒരു ഫുഡിൽ കറക്റ്റായിട്ട് നിന്നപ്പോൾ തന്നെ അതിനോടുള്ള ബാഡ് ഫുഡ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കൊള്ളില്ലാത്ത ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ ബോഡി തന്നെ റിജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ആൾ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ചെയ്തപ്പോൾ, അയ്യോ എനിക്ക് ഒട്ടും വേണ്ട, എനിക്ക് തലയ്ക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആള് ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽത്തി വെജിറ്റബിൾ സാലഡും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും അങ്ങനെയൊക്കെ ഉള്ള ഒരു നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ആളുടെ മുഖത്ത് വന്ന മാറ്റം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആ കാരണം വെച്ചാൽ ആള് ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയി, നല്ല സുന്ദരനായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു 1.5 മാസം കൊണ്ട് ആൾക്ക് വന്ന വ്യത്യാസം കണ്ടിട്ട് ആ എൻ്റെയർ കുട്ടികൾ, അതായത് ടീം ഹെൽത്തി ഓപ്ഷനിലേക്ക് മാറി എന്നുള്ളത് ഞാൻ പ്രൗഡായിട്ട് എന്ന് പറയട്ടെ. പറഞ്ഞു തരാം. ഇപ്പൊ ഇതിനകത്ത് തന്നെ എല്ലാം ചോദിക്കും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയത്, സ്റ്റീംഡ് വെജിറ്റബിൾസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആവി പുഴുങ്ങാനുള്ളത് കിട്ടുമല്ലോ. ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും എല്ലാ ബാച്ചുലേഴ്സിനും ചെയ്യാവുന്ന കാര്യമല്ലേ. അത് ഏത്തപ്പഴം പുഴുങ്ങിയതും അതുപോലെ മുട്ട പുഴുങ്ങിയതും നിങ്ങളൊരു ചെറിയൊരു ഇതിനകത്ത്, അപ്പൊ അത് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഒരു പീസ് എടുത്ത് കഴിക്കാം. ഇപ്പൊ ഒരു ഷൂട്ടിന് ഇപ്പൊ തന്നെ ഷീറ്റിന് ഇവിടെ ഒന്ന് പോയിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് എടുത്ത് കഴിക്കാൻ ഇപ്പൊ ഇത്ര വലിയ താമസം വേണ്ട. അങ്ങനെയുള്ളത് വച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 3-4 മുട്ട പുഴുങ്ങി വെക്കുക. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ വീട്ടിലുള്ളപ്പോഴും നമ്മൾ പുറത്തേക്ക് സിറ്റി ലൈഫ് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസമാണ്. കാരണം വീട്ടിലുള്ളപ്പം ഇതുപോലുള്ള ഫുഡാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, ഇത് ഏറ്റവും ഈസി ആയിട്ട് ഈ ഒരു സ്റ്റൗവും ഒരു ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയണ എല്ലാത്തിനും മുടന്ത ന്യായങ്ങൾ പറയുന്ന സമൂഹമാണ്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ചായ കടയിൽ നിന്ന് ആ ചേട്ടനോട് പറയുക, ഒരു 3-4 മുട്ട പുഴുങ്ങിയത് തരാൻ പറയുക, സിമ്പിൾ. ഒരുപാട് കഴിക്കാറുണ്ടോ? കുറവില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഹെൽത്തി ഓപ്ഷൻ, അതായത് വെജിറ്റബിൾ സാലഡ്സ് ഒക്കെ കഴിക്കാൻ പാടാണ്. ഒരു ക്യുക്കുംബർ
കുക്കുംബറും ക്യാരറ്റ് ആണെങ്കിലും മേടിച്ചിട്ട് നമ്മൾ കറുമുറുന്ന് കടിച്ചു കഴിക്കുക. ഓറഞ്ചും ആപ്പിളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം, സിട്രസ് ഫ്രൂട്ട്സും ഇതൊക്കെ പേരയ്ക്കും ഒക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി, അതിന് ഇടയ്ക്കൊന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വളരെ കുറവാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഇന്നും രാവിലെ ഒരു 10 തുമ്മലോട് കൂടിയിട്ടാണ് എഴുന്നേക്കാറ്. എനിക്കാണെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോബയോട്ടിക് ഒന്ന് ഉപയോഗിച്ച് നോക്കി, തൈരൊക്കെ ആഡ് ചെയ്തിട്ട്, എന്നാലും എനിക്ക് തൈര് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ട്, ഞാൻ ഇതിനെപ്പറ്റി ഒരു ഇത് ചെയ്തിരുന്നു. എല്ലാവർക്കും തൈര് പറ്റണം എന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഷിജിന്റെ IgE ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബ്ലഡിൽ. ആ IgE ലെവൽ നല്ല രീതിയിൽ ഹൈ ആയിരിക്കും. അപ്പൊ ESR മാത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈസ്നോഫിൽ മാത്രം നോക്കിയിട്ടോ അലർജിയെ നമുക്ക് എപ്പോഴും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളെ ബ്ലഡിലുള്ള അലർജി അറിയണമെങ്കിൽ IgE ലെവലാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് തൈര് കൂട്ടാൻ പറ്റാതെ, തൈരിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം ഞാനെപ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു അലർജി, നമ്മുടെ ബ്ലഡിലുള്ള അലർജിയെ നമുക്ക് മാറ്റിയാലാണ് നമുക്ക് ആ ഒരു തൈരിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിലേക്ക് നമുക്ക് പോകാനും. അപ്പം എനിക്ക് ഈ ജന്മത്ത് തൈരോ മോരോ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരെ ഞാനത് കഴിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടി അവരുടെ വയറിനെ കൾച്ചർ ചെയ്തുകൊണ്ടാണ്. സൊല്യൂഷനുള്ള പ്രോബ്ലം തന്നെയാണ്. പിന്നെ അത് സുഖമായിട്ട് നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവരുടെ വയറിനെ ആദ്യം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് യോഗാശ്രമിൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സിഫോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത്. ഈ ഫംഗസ് ഉള്ളവരുടെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇത് കേൾക്കുന്നവർ ഒത്തിരി പേർക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, IBS എന്ന്. IBSനെ ട്രീറ്റ് ചെയ്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ടാബ്ലറ്റ്സും സൈക്യാട്രിക് മെഡിസിൻസും കഴിക്കുന്നവർക്ക് പലർക്കും സിഫോ ആണ്. അതായത് സിഫോ എന്ന് പറയുന്ന ഫംഗസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ലൂസ് ടൂൾസ് ആണ്. അതായത് നമുക്ക് ലൂസ് മോഷൻ പോലെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ പോവുകയും ഇടയ്ക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് IBS എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് ശരിക്കും ഇതൊരു ഫംഗസ് അതിനൊരു കാരണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് ഫംഗസിനെ നമുക്ക് തിരിച്ചറിയാം? ഏറ്റവും അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ഭയങ്കരമായ ബർപ്പിംഗ്, അതായത് ഏമ്പക്കം ഏത് സമയം വരിക, അതുപോലെ കീഴ്വായു ഭയങ്കരമായിട്ട് പോവുക, അതുപോലെ തന്നെ നമ്മൾ ബാഡ് ബ്രത്ത് ആണ്. അതായത് നമുക്ക് അവർ പറയാറുണ്ട്, ഞാൻ 3-4 പ്രാവശ്യം പല്ല് തേക്കും, പക്ഷെ എൻ്റെ വായ്ക്ക് ഭയങ്കര സ്മെല്ലാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ നാക്ക് എപ്പോഴും വടിച്ചുകൊണ്ടിരിക്കും, അവർക്ക് നാക്കിൽ എന്തോ കോട്ടിങ് ഉള്ള പോലെ തോന്നും. അതേപോലെ തന്നെ അവർക്ക് ഭയങ്കര ഡാൻഡ്രഫ് ആയിരിക്കും. അതേപോലെ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫംഗസിന്റെ ഇൻഫെക്ഷൻ വന്നു പോയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ അവർക്ക് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയും, വെള്ളപ്പോക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അതിന് അവിടെ പേഴ്സണൽ പാർട്ടിൽ ഭയങ്കര ചൊറിച്ചിലും ഇത് വരാം. ആണുങ്ങളിലാണെങ്കിൽ അവർക്ക് എടുക്കിലൊക്കെ ഇങ്ങനെ ഇച്ച് ഗാർഡൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് വരാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഭയങ്കരമായ താരൻ കാരണം അവർ കുളിക്കും. അതായത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ ഇത് വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, അവർ കുളിക്കുന്നത് ഇങ്ങനെ തല ഇത് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഫംഗസ് പുരികത്തിൽ തട്ടി, പിന്നെ വീണ്ടും അവരുടെ താടിയിൽ വന്ന് മീശയിൽ തട്ടി വീണ്ടും ഇത് വായിലൂടെ റീസൈക്കിൾ ചെയ്യാം. അപ്പൊ ഇത് വളരെ, ഞാൻ അതുകൊണ്ട് കുളിക്കുന്ന കാര്യം പോലും മാറ്റിയിട്ടാണ് ഈ ഫംഗസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിനും ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യത്തിനെ ഞാൻ നന്നായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പൊ അവർ പറയണ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പറയണത്. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ കാണിച്ചിട്ട് എൻ്റെ കണ്ണിന് മുഴുവൻ ചൊറിച്ചിലാണ്. അപ്പൊ ഈ കണ്ണിന് ചൊറിച്ചിൽ വരുന്നത് ഫംഗസ് കണ്ണിലേക്ക് പോയിട്ടാണ്. ആ കണ്ണില് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് താടിയിലൊക്കെ ഇങ്ങനെ പുറ്റു പോലെ ഉണ്ടാവും. ഇത് പിന്നെ വീണ്ടും വായിലൂടെ റീസൈക്കിൾ ചെയ്ത് ഫുഡിലൂടെ, അല്ലെങ്കിൽ നമ്മൾ തലേണയിൽ കിടക്കുമ്പോൾ ഫംഗസ്, ഡാൻഡ്രഫ് ഉള്ള ഒരാളുടെ തലേണ ഒരിക്കലും ഷെയർ ചെയ്യരുത്. ഇങ്ങനെ മറ്റൊരാളിലേക്ക് ആ ഫാമിലി മുഴുവൻ ഒരു ഫംഗസ് ഫാമിലിയായി മാറുന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങളായിരിക്കും, അവർ സ്കൂളിൽ നിന്നായിരിക്കും, അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറവായിരിക്കും. അപ്പം ഞാനൊരു ഫംഗസിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരുടെ ഹോൾ ഫാമിലിയാണ് ഡയറ്റ് കൊടുത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടി, അതുപോലെ തന്നെ തലയിലുള്ള ഒരു ഓയിൽ ഉണ്ട്, ഫംഗസിൻ്റെ ഓയിലുണ്ട്, അത് കൊടുത്ത് ഫംഗസിനെ തലേന്ന് കളഞ്ഞ് ഉള്ളിൽ കളഞ്ഞിട്ടാണ് ഫംഗസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് കൊടുത്ത്, മഞ്ഞളിൻ്റെ ടാബ്ലറ്റ് കൊടുത്ത്, അതായത് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ 1-2 സ്പൂൺ പോരാ, നല്ല രീതിയിലുള്ള മഞ്ഞൾ വേണമെങ്കിൽ കുർക്കുമിൻ്റെ ടാബ്ലറ്റ് തന്നെ കൊടുക്കണം. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഇഞ്ചി, മഞ്ഞൾ, തുളസി ഇങ്ങനത്തെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ വയറിനെ നന്നായിട്ട് കൾച്ചർ ചെയ്ത്, പിന്നെ ഈ ഫംഗസിനെ പുറത്തുനിന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നും അതിൻ്റെ ക്രീംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തുനിന്നും അകത്തുനിന്നും ട്രീറ്റ് ചെയ്ത് അവരുടെ പ്രോബയോട്ടിക്സ് കൊടുത്ത്, തൈര് അവിടെ കൊടുക്കില്ല,
തൈര് പലർക്കും പറ്റാത്തത് കൊണ്ട് തൈര് അവിടെ കൊടുക്കില്ല. എന്നിട്ട് അലർജിയെ കുറച്ചതിന് ശേഷം അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് വൈക്കോല് കൂട്ടിയിടുകയാണ്. വൈക്കോല് നമ്മൾ കൂട്ടിയിട് കഴിയുമ്പോൾ അവിടെ കൂണ് മുളയ്ക്കുന്നത് കാണാം അല്ലേ? അപ്പൊ അവിടെയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും വൈക്കോൽ ആ തുരുമ്പിന്റെ ഉള്ളിലായിരിക്കും കൂണ് മുളയ്ക്കുന്നത്. അതേസമയം ഈ വൈക്കോല് നമ്മൾ നിരത്തിയിട്ട് റോഡിലൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ സൂര്യപ്രകാശം കിട്ടുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ തന്നെയാണ് ഫംഗസിന്റെ നമ്മുടെ ശരീരത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ ഇമ്മ്യൂണിറ്റി കുറയുന്നത് അവിടെ ഫംഗസിന്റെ ഗ്രോത്ത് വരും. ഒരു പോസ്റ്റ് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയിൽ, അതുപോലെ തന്നെ അതായത് പോസ്റ്റ് നേറ്റൽ, അതായത് അമ്മമാര് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ ഫംഗസിന്റെ ആധിപത്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ വൈറ്റമിൻ ഡി കൊടുത്ത് ഈ അമ്മ ആണെങ്കിൽ തന്നെ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നിർത്തി, അമ്മയെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അമ്മ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യില്ല, അവരുടെ ആഹാരം നോക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അമ്മ ഇമ്മ്യൂണിറ്റി കുറയും. കുട്ടിയെ മാത്രമായിരിക്കും പിന്നെ ഫോക്കസ്. പക്ഷെ അമ്മയുടെ പാലിലൂടെയാണ് ഈ കുട്ടിക്ക് വീണ്ടും ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ അമ്മ നന്നായിട്ട് എൻറിച്ച്ഡ് ആയിരിക്കണം, ഒരു വർഷത്തോളം അവരെയും നന്നായിട്ട് നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഫംഗസിന്റെ സംഭവങ്ങൾ ഏതാണോ വ്യക്തി, അവരുടെ പ്രായം എന്താണ്, അവരുടെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഓരോ വ്യക്തിയിലും ഇത് വ്യത്യാസമായിരിക്കും. അപ്പൊ ശരീരത്തിലുള്ള വെള്ള ചുണങ്ങ് പോലത്തെ പാടുകൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ അവർ പറയണം ഈ കുട്ടി ഭയങ്കര വെളുത്തിരുന്ന കുട്ടിയാണല്ലോ, ഇപ്പൊ ഭയങ്കര ഡാർക്ക് ആയി പോയല്ലോ. സ്ത്രീകളിൽ കാണാറുണ്ട്, പുരുഷന്മാരിൽ അവരൊരു കാർമേഘം വന്നിട്ട് മൂടുന്നതൊക്കെ ഫംഗസിന്റെ ലക്ഷണങ്ങളാണ്. അവർക്ക് വരുന്നതാണ് ഈ ഡയറിയയും കോൺസ്റ്റിപ്പേഷനും മാറി. അപ്പൊ വയറിനെ സെറ്റ് ചെയ്ത് ഉള്ളില് ഫംഗസിനെ കളഞ്ഞു വേണം ഇതിനകത്തേക്ക് എത്താനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് സംബന്ധമായ രോഗങ്ങള് ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നുണ്ടല്ലേ സൗന്ദര്യം. പിന്നെ സൗന്ദര്യത്തിനെ ബാധിക്കുമ്പോഴാണ് എസ്പെഷ്യലി ടീനേജറിന്റെ അടുത്തേക്ക് ഓടിയെത്തണേ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എൻ്റെ മോളുടെ പ്രായമുള്ള കുട്ടികളായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അവർ പറയണം എൻ്റെ മുടി മുഴുവൻ പോയി ഡോക്ടറെ, എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന്. അപ്പം ഞാൻ പറയും മോളെ ഫെറിറ്റിൻ കുറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ മോളുടെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടാവും, B12 കുറഞ്ഞിട്ടുണ്ടാവും, പഠിക്കാനും പറ്റുന്നില്ല, മൊത്തം ഫോക്കസ് പോയി, എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നതാണ്, എൻ്റെ സിൽക്കി ഹെയർ ആയിരുന്നു, എല്ലാം പോയി, എത്രയും പെട്ടെന്ന് മുടി വേണം. അപ്പം ഞാൻ പറയും ഫെറിറ്റിൻ കുറയുന്നതെന്ന് വെച്ചാൽ ഫംഗസ് കൂടിക്കഴിഞ്ഞാൽ പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടീനേജിൽ എൻ്റെ മോളുടെ പ്രായമുള്ള മിക്ക കുട്ടികളിലും ഞാൻ കാണുന്നത് ഫെറിറ്റിൻ കുറയാണ്. ഫെറിറ്റിൻ കുറയുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര അനീമിക്കാവും. അപ്പോൾ ഓരോ പ്രായത്തിലുള്ള ലേഡീസിന് ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് ചിലപ്പോൾ വയറ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് നല്ല സ്റ്റൊമക് ആസിഡ് ഉള്ള സമയം അവർക്ക് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാവും, തുമ്മലുണ്ടാവും, ആസ്മ ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, പിന്നെ ചെറിയ ചെറിയ പാടുകൾ, പിഗ്മെന്റേഷൻ, കളർ കുറയും. ഇതാണ് പെൺകുട്ടികളിൽ കൂടുതൽ കാണുന്നത്. അവിടെയും ഞാൻ ഇമ്മ്യൂണിറ്റി കൂട്ടി ഫെറിറ്റിൻ, അതായത് അവരുടെ സ്റ്റോർഡ് ആയ എണ്ണ അതിന്റെ അംശത്തിന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ മുടി കൊഴിച്ചിൽ മാറും. വൈറ്റമിൻ ഡിയും ഫെറിറ്റിനും മാത്രം കൊടുത്താൽ മതി അവിടെ. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യും. മൂലകാരണത്തിന് ഒപ്പം തന്നെ നന്നായിട്ട് ഒരു മാസം 2 മാസം എടുക്കും. ആ ട്രീറ്റ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. എത്രയോ ഡിപ്രഷൻ അടിച്ച എത്രയോ പെൺകുട്ടികൾ കോളേജിലും സ്കൂളിലും പോകാതിരിക്കുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ഒട്ടും അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ വയറിനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടറുടെ പർപ്പസ് ഓഫ് ലൈഫ് അല്ലേ? സത്യമാണ്. അത് കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നൊരു പ്രശ്നം ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം എനിക്കിത് വന്നപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണല്ലോ, ഞാൻ ഒരുവിധം നന്നായിട്ട്, ഞാൻ കുവൈറ്റിലായിരുന്നു ആ സമയത്ത്, ഞാൻ നന്നായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുള്ള സമയം, എനിക്ക് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ബ്ലെയിം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വന്നത് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ 40,000-50,000 ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ചിലപ്പോൾ ഈ ആസിഡ് റിഫ്ലക്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് തന്നിരിക്കുന്ന ജോലിന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആവശ്യക്കാരുണ്ട്, സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത് എൻ്റെ ഒരു പ്രോമിസ് ആണ്. അതായത് ആസിഡ് റിഫ്ലക്സ് വെച്ച് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും പേടിക്കണ്ട. കാരണം അവരേതറ്റം വരെയും പോയിട്ടാണെങ്കിലും ഞാനിത് ട്രീറ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഞാൻ പേഴ്സണലി അനുഭവിച്ചതുകൊണ്ട് തന്നെ ആസിഡ് റിഫ്ലക്സ് ആയിട്ട് ഏതൊരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് പലരെയും അത് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഡിസപ്പോയിന്റഡ് ആയിട്ട് പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത് വയറിനെ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ബ്രെയിനിനെ അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ വയറ് ശരിയല്ലെങ്കിൽ നമ്മളുടെ ദിവസം പോക്കാണ്. അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒത്തിരി പിരിമുറുക്കങ്ങൾ വരും. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആയിരിക്കും.
അവർക്ക് ഒരിക്കലും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, കോർഡിനേഷൻ ഉണ്ടാവില്ല. ഡിപ്രഷനും കോൺസ്റ്റിപ്പേഷനും ആയിട്ടുള്ള ബന്ധം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ എച്ച് പൈലോറി ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ വളരെ എജിറ്റേറ്റഡ് ആയിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? വയറിന് എന്ത് സംഭവിച്ചാലും നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ തലയ്ക്ക് വെളിവില്ല, എനിക്ക് ആകെ ഇതാണ്, ഞാൻ മരിക്കാൻ പോവാ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞു വരുന്നവരാണ് എൻ്റെ അടുത്ത്. ഒരു 15 ദിവസം കൊണ്ട് എൻ്റെ ഒരു ഡയറ്റും കാര്യങ്ങളും യോഗ തെറാപ്പിയും കൊണ്ട് അവർക്ക് മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും തുള്ളിച്ചാടി ഓടിച്ചാടി ദൈവമേ ഇത് ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇതെൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഒരു കാര്യത്തിനെ പൂർണ്ണമായിട്ട് 100 അല്ല 150% റിസൾട്ട് എനിക്ക് തരാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണ് ഈ വൈദ്യുതി.